കടുകില്ലാത്ത അടുക്കള ഉണ്ടാവില്ല അല്ലേ? എല്ലാവരുടെ വീട്ടിലും കടുക് ഉണ്ടാവുമല്ലോ. നമ്മളുടെ കറികളിൽ ഇടാൻ മാത്രമല്ല ഈ കടുക് ഉപയോഗിക്കുന്നത്. നമുക്ക് വീട് ക്ലീനിങ്ങിന് വളരെ ഉപയോഗപ്രദമായ നല്ല നല്ല ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന പൂപ്പലിൻ്റെ മണവും അതുപോലെ നമ്മൾ കുഷ്യനിലുള്ള അഴുക്കുകളൊക്കെ കളയാനായിട്ട്, നമ്മളുടെ ബെഡിൽ അഴുക്ക് വരെ നമുക്ക് ഇത് കളയാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ കടുക് വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെക്കുന്നുണ്ട്. അത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ അത് പിന്നീടാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. 1 മണിക്കൂറെങ്കിലും നമ്മൾ കുറഞ്ഞത് ഇത് വെള്ളത്തിലിട്ട് വെക്കണം. ഇല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ എടുത്താലും മതി കേട്ടോ. ആദ്യം നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കടുക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിലിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിക്സി ഒരിക്കലും ചൂടാകരുത്. പൾസ് ചെയ്ത് എടുക്കുക കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ അതിലുള്ള ഒരു ഓയിൽ നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതെ നമ്മൾ എടുക്കണം കേട്ടോ. നമുക്ക് കൊതുകിനെ ഓടിക്കാനായിട്ട് ഈ ഒരു കടുകിൻ്റെ പൊടി ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളുടെ അയ്മോദകവും ഈ ഒരു കടുക് ചതച്ചതും കൂടെ നമ്മളുടെ ചിരട്ട കനലിലോ എന്തെങ്കിലും ഒരു കനലിൽ ഇട്ട് കൊടുത്ത് വൈകുന്നേരം നമ്മൾ സന്ധ്യാസമയങ്ങളിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടും. നമുക്ക് അലർജി ഉള്ളവർക്കാണെങ്കിലും അത് ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല, അതങ്ങനെ ചെയ്ത് നോക്കും, വളരെ നല്ലതാണ്. നമുക്ക് ഈ ഒരു കടുക് ഇതുപോലെ ചതച്ചത് നമുക്ക് ഒരു കണ്ടെയ്നറിലിട്ട് ഇതുപോലെ സൂക്ഷിച്ച് എടുത്ത് വെക്കാവുന്നതാണ്. പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം. കറിയിലിടാനാണെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. 2 പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ ആണെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് രണ്ടിലും ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് കടുക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പച്ച കർപ്പൂരം ഉണ്ട്. ഞാൻ കർപ്പൂരം എന്ന് പറയുന്നത് ഞാൻ പച്ച കർപ്പൂരമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള കർപ്പൂരം. മറ്റുള്ളത് എനിക്ക് അത്ര നല്ല സ്മെല്ലായിട്ട് തോന്നാറില്ല. ഇത് നമ്മളുടെ വൈദ്യശാലയിലൊക്കെ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള കർപ്പൂരം കേട്ടോ. അപ്പോൾ ഇത് കടുകും കർപ്പൂരവും വളരെ ലൈഫിൽ പോസിറ്റിവിറ്റി കിട്ടാനായിട്ടുള്ള നല്ല 2 സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ പിന്നുകൊണ്ട് ഓട്ടയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കിടക്കുന്ന പില്ലോൻ്റെ ഇതിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. പില്ലോയുടെ ഉള്ളിൽ നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ 2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല, ഒരു അവിഞ്ഞ മണം ഉണ്ടാവില്ല. അടുത്തായിട്ട് നമ്മൾ മീൻ പൊരിക്കാനായിട്ട് മസാല തേക്കുമ്പോൾ ഈ ഒരു കടുകിൻ്റെ പൊടി ഒരു നുള്ള് ഞാൻ തേച്ചപ്പോൾ ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ രണ്ടാമത് ഇട്ടാണ് ഞാൻ കാണിക്കുന്നത്. നല്ല മീൻ സോഫ്റ്റ് ആകാനും അതുപോലെ പൊടിഞ്ഞു പോകാണ്ടിരിക്കാനും ഈ ഒരു കടുക് പൊടി കൂടി ഇടുമ്പോൾ അത് സഹായിക്കും കേട്ടോ. നമ്മൾ പൊരിക്കുമ്പോൾ പൊടിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അതുപോലെ തന്നെ നല്ല മീറ്റ് നല്ല സോഫ്റ്റ് ആകാനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ മസാല തേക്കുമ്പം ഈ ഒരു കടുകിൻ്റെ പൊടി കൂടി ചേർത്ത് മസാല തേക്കുക. അടുത്തതായിട്ട് നമ്മൾ അച്ചാറിട്ട് നമ്മളെ ബൗളുകൾ ഭയങ്കര മണമായിരിക്കും അല്ലേ? എത്ര കഴുകിയാലും അത് പോവില്ല. നമ്മൾ അടച്ച് വെച്ച പിന്നെ തുറക്കുമ്പോൾ ഒരു പൂത്ത മണവും ആകും. അതുപോലെ അച്ചാർ പെട്ടെന്ന് പൂത്ത് പോകാണ്ടിരിക്കാൻ നമ്മൾ ഇതുപോലെ കുപ്പിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറിട്ട് വെച്ചാൽ പൂത്തും പോവില്ല, ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല, നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും. നമ്മൾ സോപ്പ് കൊണ്ടൊന്നും കഴുകണ്ട. കടുക് പൊടി ഇട്ട് കൊടുത്ത് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എല്ലായിടത്തും നല്ലതുപോലെ ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇത് വെറുതെ കഴുകിയെടുത്താൽ മതി. നമുക്ക് വേറെ എന്ത് ഇട്ട് വെച്ചാലും ആ അച്ചാറിൻ്റെ സ്മെല്ല് വരില്ല. അതുപോലെ അച്ചാർ ഇട്ട് തന്നെ വെക്കുകയാണെങ്കിൽ കൂടി പെട്ടെന്ന് ചീത്താകാണ്ടിരിക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നേരിയ ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ നമ്മളുടെ കടുക് ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം നേരിയ ചൂടുവെള്ളം വേണം കേട്ടോ. എന്നിട്ട് കാല് നമ്മൾ മുക്കി വെക്കുകയാണെങ്കിൽ ഈ തണുപ്പ് കാലത്ത് നമുക്കുണ്ടാകുന്ന ഉപ്പുറ്റി വേദന, മസിൽസിനുണ്ടാകുന്ന വേദന, നമുക്ക് മുട്ട് വേദന, അങ്ങനെയുള്ള കാലിനുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും മാറാനായിട്ട് ഇത് വളരെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഒരു 2 ദിവസം കൂടുമ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ കടുക് കുറച്ചധികം ചതച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആ കാലുണ്ടാകുന്ന നഖത്തിലുണ്ടാകുന്ന കുത്തി പഴുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സാണ്. ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ.
അടുത്തതായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ ഒരു കടുക് എടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇത് നമ്മളുടെ തലയിലുണ്ടാകുന്ന താരനില്ലേ, എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു, തലയിൽ കുരു പോലെ വന്ന് പൊട്ടിയിട്ട് താരം വരുന്നു എന്ന്. അപ്പോൾ അതിന് ഇതുപോലെ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കടുകിൻ്റെ ഒപ്പം നിങ്ങൾ ചെറുപഴം ചേർക്കുക. ഓയിലി ആയിട്ടുള്ള നമ്മളുടെ മുടിയാണെങ്കിൽ, നമ്മളുടെ തലയോട്ടി ഓയിലി ആണെങ്കിൽ നിങ്ങൾ തൈരോ നാരങ്ങയോ ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇതിൽ കൊണ്ടേ നമ്മൾ ഈ തൈര് ഉപയോഗിക്കരുത്, മുടി പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഇതിൽ ചെറുപഴം അരച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്. അരമണിക്കൂർ തേച്ച് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അത് റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മളിത് അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കുമ്പോൾ ഇതുപോലെ കുറുകി കിട്ടും. അതിന് ശേഷം തലയിൽ നല്ലപോലെ തേച്ച് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം കേട്ടോ. അപ്പം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ നമ്മൾ ബീഫും മട്ടനൊക്കെ വേവിക്കുമ്പം ഇറച്ചി നല്ല സോഫ്റ്റ് ആകാനായിട്ട്, നല്ല പോലെ വെന്ത് പെട്ടെന്ന് കിട്ടാനായിട്ട് ഇതിനു മുമ്പ് ഞാൻ പല ടിപ്പുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. ചിരട്ട കഷ്ണം ഇടുക, പപ്പായ കഷ്ണം ഇടുക, അങ്ങനെ കുറേ ടിപ്സുകൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും കിട്ടാത്ത, പപ്പായ കിട്ടാനായിട്ട് പണിയാണ്, അതുപോലെ ചിരട്ട കഷ്ണം നമ്മൾ ആ സമയത്ത് നോക്കാൻ പണിയാണ്. അപ്പോൾ ഇതുപോലെ കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഇറച്ചി നല്ല രീതിയിൽ സോഫ്റ്റ് ആകാനും നല്ല സോഫ്റ്റും ആകും. അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കുറേ ഒന്നും നിങ്ങൾ ഇടരുത്, അപ്പോൾ ആ കറിയുടെ ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ ഇറച്ചിയിൽ ഈ ഒരു കടുക് മിക്സ് ചെയ്ത് വെച്ചാലും മതി. എന്നിട്ട് നിങ്ങൾ മസാല കൂട്ടുമ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു 3 ഗ്ലാസ് വെള്ളം, 3-4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഊറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ തരികളൊക്കെ ഉണ്ടായാൽ വളരെ ബുദ്ധിമുട്ടാണ്. നേരിയ ചൂടോടുകൂടി തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അടുത്തതായിട്ട് ഞാൻ പച്ചക്കർപ്പൂരവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാത്തിനും പച്ചക്കർപ്പൂരം, കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ കർപ്പൂരം വാങ്ങാറില്ല, ഇത് തന്നെയാണ് വാങ്ങാറ്. അത് 2 എണ്ണം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളുടെ ബെഡിൽ ഇപ്പോൾ കുട്ടികൾ ഈ തണുപ്പ് കാലമാകുമ്പം അവർ അറിയാതെ മുള്ളി പോകാറൊക്കെ ഉണ്ടല്ലേ. അപ്പം ഭയങ്കര സ്മെല്ലായിരിക്കും, നമ്മൾ എത്ര ഉണക്കിയാലും പോവില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എഫക്റ്റീവാണ്, ആ സ്മെല്ല് തന്നെ ഇല്ലാണ്ടാകും, അത്ര എഫക്റ്റീവാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടർക്കിയോ എന്തെങ്കിലും എടുത്തിട്ട് നല്ല പോലെ പിഴിയണം. നേരിയ ചൂടോടുകൂടി തന്നെ നിങ്ങളിത് ചെയ്യണം. നല്ല പോലെ തന്നെ ഇത് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അല്ലാണ്ട് ഒട്ടും നനവ് പാടില്ല. നമ്മൾ പിഴിഞ്ഞ് നല്ല ഡ്രൈ ആക്കി തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പം നമ്മൾ കബേർഡിൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ലില്ലേ, ഒരു പൂത്ത മണം, മഴക്കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു പൂത്ത ഒരു മണം വരിക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ ചെയ്താൽ മതി. കബേർഡിൻ്റെ ഉള്ളിൽ ഇതുപോലെ തുടച്ച് ഒരു ഡ്രൈ ആയ തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ച് ഫുൾ അതിലുള്ള വെള്ളത്തിൻ്റെ അംശം മാറി ഒരു അരമണിക്കൂർ ഈ അലമാര തുറന്നിടണം. എന്നിട്ട് വേണം നിങ്ങൾ തുണികൾ വെക്കാൻ. അതിനുശേഷം ഞാൻ ഫസ്റ്റ് കാണിച്ച കർപ്പൂരവും കടുകിൻ്റെ പൊടിയും കൂടി ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സിന് യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ആ ഒരു വെള്ളം തന്നെ നേരിയ ചൂടോടുകൂടി തന്നെ ഒരു കോട്ടൺ ടർക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് ഇതുപോലെ മൂടിയോ അല്ലെങ്കിൽ നമ്മളുടെ കുക്കറിൻ്റെ മൂടിയോ എന്താണെങ്കിലും എടുത്താൽ മതി. ഇതുപോലെ നമ്മളൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഷ്യൻ, അതുപോലെ ബെഡ്, കുട്ടികൾ മുള്ളിയാലൊക്കെ നമ്മൾ ബെഡ് ഉണക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. എല്ലാ ബാഡ് സ്മെല്ലും അഴുക്കും പൂപ്പലിൻ്റെ സ്മെല്ലും എല്ലാം പോയി നല്ല ഫ്രഷ് ആകാനായിട്ട് സഹായിക്കും. കടുകിന് അത്രയും ശക്തിയുണ്ട്. ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അത് വലിച്ചെടുത്ത് അതെല്ലാം മാറി നല്ല ക്ലീനായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. ഓരോ ടിപ്സും ഇനിയും ഉണ്ട് ടിപ്സുകൾ. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കാണ്ടിരിക്കാനാണ് വളരെ കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തന്നത്. നിങ്ങൾ ബെഡിലൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുക.
നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ